ഹലോ ചക്കരകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടാൻ പോകുന്നത് നവരസ സീരീസിന്റെ പ്രേമപാത്രം എന്ന വെബ് സീരീസിനെയാണ്. ഇതൊരു അഡൾട്ടറേറ്റീവ് വെബ് സീരീസ് ആണ്. അതുകൊണ്ട് തന്നെ അത്തരം വെബ് സീരീസിനെ കാണുവാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കാണൂ. നിങ്ങൾ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഇനി ആർക്കെങ്കിലും ഈ വെബ് സീരീസ് കാണുവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണൂ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ വെബ് സീരീസ് ഒരു ചെലവുമില്ലാതെ എങ്ങനെ കാണുവാൻ സാധിക്കും എന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുവാൻ ശ്രമിക്കുക. തേപ്പ് കെട്ടി സങ്കടപ്പെട്ട് കിടക്കുന്ന കൂട്ടുകാരന് കളി കൊടുക്കുന്ന കൂട്ടുകാരിയുടെ കഥയാണ് ഈ വെബ് സീരീസിൽ പറയുന്നത്. നടിയുടെ പൂർണ്ണ നഗ്നത ഈ വെബ് സീരീസിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. സീരീസ് ആയതുകൊണ്ട് തന്നെ കഥയ്ക്ക് വലിയ പ്രാധാന്യം ഈ സീരീസ് കൊടുക്കുന്നില്ല. കളിക്കാണ് പ്രാധാന്യം. കളിക്ക് വേണ്ടിയിട്ട് നല്ലൊരു കിണ്ണം കാച്ചി ഈ നടിയെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പൂവും മുലയുമെല്ലാം യാതൊരു മറയുമില്ലാതെ ഈ വെബ് സീരീസിൽ കാണിക്കുന്നുണ്ട്. പയ്യനെ ഊമ്പി വലിക്കുന്ന ചേച്ചിയുടെ ആക്ഷനാണ് ഈ സീരീസിന്റെ മെയിൻ ഹൈലൈറ്റ്. നടിയുടെ പൂരെല്ലാം ഇതിൽ പൊളിച്ച് കാണിക്കുന്നുണ്ട്. പ്രേംപാത്രം എന്ന നവരസ് സീരീസിന്റെ വെബ് സീരീസ് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു വെബ് സീരീസാണ്. ഈ സീരീസ് പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണങ്ങൾ നേടി. ഐ എം സോ അപ്രീഷിയേറ്റ് ദ പ്രീവിയസ് ലേഷൻ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ വീഡിയോസ് എനിക്ക് ചെയ്യുവാൻ പ്രചോദനമാകുന്നത്. നവരസ സീരീസിന്റെ പുതിയ വെബ് സീരീസ് പ്രേമപാത്രം ഒരു എറാറ്റിക് കഥയാണ്. അതിൽ പ്രേക്ഷകരെ ആദ്യം മുതൽ അവസാനം വരെ ആവേശത്തിൽ നിർത്തുന്നു. കഥാപാത്രങ്ങളിലെ ആഴത്തിലുള്ള അവതരണം, മികച്ച തിരക്കഥ, മികച്ച സംവിധാനവും അഭിനയവും ഈ സീരീസിനെ ശ്രദ്ധേയമാക്കുന്നു. പ്രത്യേകിച്ച് നായികയുടെ പ്രകടനം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്നു. നവരസ സീരീസ് പ്രേമപാത്രം ഈ ഒരു മികച്ച വെബ് സീരീസ് അനുഭവമാണ് എറാറ്റിക് പ്രേമികൾക്ക് നിർബന്ധമായും കാണേണ്ടത്. തീർച്ചയായും കണ്ടിരിക്കേണ്ട 5 തുണ്ടുപടങ്ങളെപ്പറ്റി ഞാൻ ഈ ചാനലിൽ പറയുന്നുണ്ട്. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത നല്ല അടിപൊളി ചിത്രങ്ങളാണവ. അതുകൊണ്ട് ആ വീഡിയോസ് കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യൂ. ആ സിനിമകളും നിങ്ങൾക്ക് ഒരു ചെലവുമില്ലാതെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. പ്രേമപാത്രം എന്ന സീരീസിന്റെ കഥാപശ്ചാത്തലം, അഭിനേതാക്കളുടെ പ്രകടനം, സംവിധാനം മികവ് എന്നിവ പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട്. കഥയുടെ തീവ്രതയും കഥാപാത്രങ്ങളുടെ ആഴവും പ്രേക്ഷകരെ കൂടുതൽ ആകർഷിക്കുന്നു. മൊത്തത്തിൽ പ്രേമപാത്രം നവരസ് സീരീസിൻ്റെ ഒരു ശ്രദ്ധേയമായ വെബ് സീരീസായി മാറിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് മികച്ച അനുഭവം നൽകുന്നതിൽ ഇത് വിജയിച്ചിട്ടുണ്ട്. സീരീസിൻ്റെ തുടക്കത്തിൽ തേപ്പ് കിട്ടി വെള്ളം അടിച്ചു കിടന്നുറങ്ങുന്ന കാമുകനെ കാണിക്കുന്നു. അവൻ്റെ സുഹൃത്തായൊരു പെൺകുട്ടി അവന് തിരക്കി അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വരുന്നു. അവൻ്റെ ആ കിടപ്പ് കണ്ടിട്ട് അവൾക്ക് സങ്കടം വരുന്നു. നീ ഇങ്ങനെയൊക്കെ കിടന്നാൽ മതിയോ, പഴയ പോലെ ഉഷാറാവേണ്ടേ എന്ന് അവൾ അവനോട് ചോദിക്കുന്നു. തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന കളി ഇപ്പോൾ മിസ് ചെയ്യുന്നു എന്നും അത് കിട്ടാത്തതുകൊണ്ടാണ് താനിങ്ങനെ ആയതെന്നും അവൻ അവളോട് പറയുന്നു. കളി താൻ തന്നാൽ മതിയോ എന്ന് അവൾ ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ അവൻ ഡബിൾ ഹാപ്പി ആകുന്നു. അങ്ങനെ അവന് തമ്മിൽ പരസ്പരം ദാഹങ്ങളെ കൈമാറുന്നു. നല്ലൊരു അടിപൊളി മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് കൊതിപ്പിച്ചാണ് നടി വരുന്നത്. ആ ഡ്രസ്സിൽ അവളെ കണ്ടാൽ ആർക്കും പണ്ണാൻ തോന്നും. അപ്പോൾ നായകൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഏകദേശം 25 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വെബ് സീരീസിൽ ഫോർ പ്ലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നടിയുടെ പന്നിക്കട്ട പോലത്തെ മാരടം, ചപ്പി വലിക്കുന്നതും പൂറ് നക്കി എടുക്കുന്നതെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത് കാണുന്ന എല്ലാവർക്കും ഈ നടിയെ ഇഷ്ടപ്പെടും എന്നുള്ളത് തീർച്ചയായൊരു കാര്യമാണ്. ഇനക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നിങ്ങൾ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ആർക്കെങ്കിലും ഈ സീരീസ് കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ നടന്ന സമയം കളയണ്ട, ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.